എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം മേയർ ശ്രീ വി രാജേഷാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. തിരുവനന്തപുരത്ത് മേയർ ആദ്യമായി ഒരു BJP മേയർ വരികയാണ്. അദ്ദേഹം ഒട്ടേറെ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിച്ചാണ് ഇവിടെ മേയർ സ്ഥാനം ഏറ്റെടുത്തത്. വികസന പ്രവർത്തനങ്ങൾ ഒരു വശത്ത്, സ്വപ്ന പദ്ധതികൾ മറുവശത്ത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതികൾ, എന്തൊക്കെയാണ് പൂർത്തീകരിക്കാനുള്ളത് എല്ലാം നമുക്ക് ഒപ്പം അദ്ദേഹത്തിൻ്റെ ജീവിത വിശേഷങ്ങളിലേക്കും നമുക്ക് അറിയേണ്ടതുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. നിങ്ങൾക്ക് പറയാനുള്ളത് നല്ല പങ്ക്തിയാണ്. ആദ്യം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ചരിത്ര നിമിഷം അല്ലേ? എങ്ങനെ തോന്നുന്നു? ഞാൻ പലപ്പോഴും മാധ്യമങ്ങളോട് പറഞ്ഞു, വളരെ നല്ല ആത്മവിശ്വാസമുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ഞങ്ങൾ ഇത്രയും കാലം ഈ ഭരണം ലഭിക്കുന്നതിന് മുൻപ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ പാർട്ടിയിലൂടെയാണ് ജനങ്ങളെ സേവിച്ചുകൊണ്ടിരുന്നത്. അതിന് നല്ല സാധ്യതകളുണ്ടെങ്കിലും ഒരുപാട് പരിമിതികളുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും റീച്ച് ചെയ്യുന്ന മേഖലയ്ക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് സ്വാധീനമില്ല സ്ഥലങ്ങളിലേക്ക് റീച്ച് ചെയ്യുക എന്നുള്ളതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഒരു ഭരണപരമായ സംവിധാനം നമുക്ക് ലഭ്യമാകുമ്പോഴേക്കും നമ്മുടെ ആശയവും അതോടൊപ്പം തന്നെ ആ ഭരണ സംവിധാനത്തിൻ്റെ പദ്ധതികളും ഇപ്പോൾ പ്രധാനമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്, ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളും ജനങ്ങളിലെത്തിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഒഫീഷ്യൽ സിസ്റ്റം തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ അതിലൂടെ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷവും ലഭിക്കുന്നു. വളരെയധികം ആത്മവിശ്വാസവും പ്രതീക്ഷയൊക്കെ നൽകുകയാണ്. ഇവിടെ കോർപ്പറേഷൻ മേയർ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ തന്നെ ചെറിയൊരു അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ അന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എല്ലാവരും ആ സമയത്ത് ഓർക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നഗരത്തിൻ്റെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് അങ്ങനെ അന്ന് LDF സർക്കാരായിരുന്നു. അപ്പോൾ കോർപ്പറേഷൻ മേയർ ഒരു പാർട്ടി, അപ്പം LDF സർക്കാർ മറ്റൊരു ഭാഗത്ത്. അപ്പോൾ രണ്ടുപേരും കൂടി ചേർന്ന് പോകാത്തത് മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? അങ്ങനെ ഒരു കൂട്ടിമുട്ടി പോകാനുള്ള ഒരു തടസ്സങ്ങൾ. അതായത് ഇപ്പോൾ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായിരുന്നു ഞങ്ങൾക്ക് മുമ്പ് ആശയപരമായി ഇവിടം ഭരിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ഭരണം ഏറ്റെടുത്ത് ആദ്യം വന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. മുൻപ് ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രവൃത്തികൾ വളരെ ഭംഗിയായിട്ട് ചിട്ടയോടെ മുൻപ് ചെയ്തിരുന്നതിനേക്കാൾ കുറച്ചുകൂടി നേരത്തെ ഞങ്ങൾ ചെയ്തു തീർത്തു. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അവസാനത്തെ ക്ലീനിങ് തൊഴിലാളിയും ഫീൽഡിൽ നിന്നും പോയതിന് ശേഷമാണ് മേയർ ഉൾപ്പെടെയുള്ളവർ വീട്ടിലേക്ക് പോയത്. അത് കണ്ട് പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള മന്ത്രി ശ്രീ വി ശിവൻകുട്ടി തന്നെ കോർപ്പറേഷൻ അവരുടെ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് ചെയ്തു എന്ന് പറയുകയും ചെയ്തു. പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ വലിയ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ കോർപ്പറേഷൻ BJP ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കോർപ്പറേഷന് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അത്രയും വലിയൊരു പിന്തുണ കിട്ടുന്നുവെന്ന് അറിഞ്ഞിട്ടാണ് CPMൻ്റെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വം ചില പ്രസ്താവനകളൊക്കെ ആയിട്ട് 1-2 ധാരണകളൊക്കെ ഏറ്റങ്ങിറങ്ങിയത്. സ്വാഭാവികമായിട്ട് അവരതൊക്കെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതൊക്കെ ചെയ്യണമല്ലോ, മിനിമം അത് അവർക്ക് നിലയിൽ പിന്നെ അതെങ്കിലും ചെയ്യണ്ടേ. അതൊന്നും പൊതുസമൂഹം മുഖവിലേക്ക് എടുത്തിട്ടില്ല. തിരുവനന്തപുരത്തെ ജനങ്ങൾ വളരെ വലിയ പിന്തുണ, തിരുവനന്തപുരത്ത് പുറത്തുനിന്ന് വന്നവരുടെയൊക്കെ വലിയ പിന്തുണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. വരും വർഷങ്ങളിൽ ഞങ്ങൾ വളരെ ഭംഗിയായ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞങ്ങളിപ്പോൾ ഇരിക്കുമ്പോൾ അങ്ങ് 2 സർക്കാരിൻ്റെ ഭാഗമായ ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഒരു LDF ആയിരുന്നു, പിന്നെ UDFിലേക്ക് വന്നു. LDF സർക്കാരിലേക്ക് ആദ്യം വരികയാണ്. LDF സർക്കാർ എന്ന സമയത്ത് ഈ ഒരു കാലയളവിൽ ഫണ്ടും മറ്റും ലഭിക്കുന്നതിനും ആ ഒരു കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? സർക്കാരുമായിട്ടുള്ള റാപ്പോ എങ്ങനെയായിരുന്നു? തിരുവനന്തപുരം കോർപ്പറേഷന് ലഭിക്കേണ്ട ഫണ്ടുകൾ കോർപ്പറേഷന് മാത്രമായിട്ടൊരു ബുദ്ധിമുട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. എന്നാൽ ഞങ്ങൾക്ക് പ്ലാൻ ഫണ്ട് ഓരോ വർഷവും സർക്കാർ തരേണ്ടതായിട്ടുണ്ട്. അതിൽ അവസാനത്തെ ഗഡു തന്നിട്ടില്ല. അത് തിരുവനന്തപുരം കോർപ്പറേഷന് മാത്രമല്ല, കേരളത്തിൽ ആർക്കും കൊടുത്തിട്ടില്ല. ആ ബുദ്ധിമുട്ട് മറ്റുള്ള എല്ലാ കോർപ്പറേഷനും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലേക്കും ഫേസ് ചെയ്തതുപോലെ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തുകയൊക്കെ തന്നെ ഒന്നുകിൽ ഞങ്ങൾ അടുത്ത വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓൺ ഫണ്ടിൽ നിന്ന് കൊടുക്കണം. ആ ഒരു ബുദ്ധിമുട്ട് കേരളത്തിൽ എല്ലാവർക്കും വന്നതുപോലെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അല്ലാതെ സാമ്പത്തികം തരാതെയോ തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് കുറച്ച് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു.
അതിന് ഞങ്ങളുടെ DPCയുടെ അംഗീകാരം തരാതെ ഞങ്ങളെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ളവർ കുറച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങൾ അത് എങ്ങനെ പരിഹരിക്കുന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. മറ്റു തരത്തിൽ രാഷ്ട്രീയമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ കുടിവെള്ള വിതരണ സമയത്തും അതോടൊപ്പം തന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്തും ചില അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമം രാഷ്ട്രീയമായി നടന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇതിനേക്കാൾ അപ്പുറമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അവർക്ക് അതൊന്നും സാധിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ഘടകങ്ങൾ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ശ്രമമുണ്ടായി. പക്ഷേ ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഞങ്ങൾ അതിനെ തരണം ചെയ്തു. ഇപ്പോൾ പുതിയ സർക്കാർ വന്നേക്കാണ്. നമുക്കറിയാം LDF സർക്കാരിന് വൻ തകർച്ച നേരിട്ടു. 35 സീറ്റിലേക്ക് ചുരുങ്ങി. 102 സീറ്റ് ആണ് UDFന് ലഭിച്ചത്. അപ്പം BJPക്ക് വളരെ സന്തോഷമായ കാര്യമായ നല്ലൊരു 3 താമര വിരിഞ്ഞു എന്നുള്ളൊരു ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. അതവിടെ നിൽക്കട്ടെ. UDFന് മുഖ്യമന്ത്രിയെ പോയി സന്ദർശിച്ചു താങ്കൾ. എല്ലാ പിന്തുണയും ഉറപ്പ് നൽകിയിട്ടുണ്ടോ? VD സർക്കാരിൽ എന്താണ് താങ്കൾക്കൊരു പ്രതീക്ഷയുണ്ടോ? സംസ്ഥാന സർക്കാരുകൾ ഞങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷയാണുള്ളത്. ഒരു ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വലിയ പ്രതീക്ഷ അർപ്പിച്ചാണ് പോകുന്നത്. അത് മുൻ സർക്കാരിൽ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞങ്ങൾ ചുമതല ഏറ്റെടുത്ത് അടുത്ത ദിവസം തന്നെ പോയി നേരിട്ട് കണ്ടിരുന്നു. എല്ലാ പ്രതിനിധികളെയും കണ്ടിരുന്നു. ക്രിയാത്മകമായ പിന്തുണയാണ് അദ്ദേഹം തന്നത്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട MP രാജേഷ് മുൻ മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ക്രിയാത്മകമായിട്ടുള്ള പിന്തുണയാണ് ലഭിച്ചിരുന്നത്. ഞങ്ങൾ അതേ പിന്തുണ തന്നെയാണ് UDF സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ആശയപരമായി ഒരിക്കലും യോജിക്കാൻ സാധിക്കാത്ത ആശയങ്ങളാണ് ഞങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളുന്നത്. പക്ഷേ ഭരണപരമായ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അക്കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ അതേ സമയത്ത് അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം നാടിൻ്റെ മുന്നേറ്റത്തിന് നമുക്ക് ഒരുമിച്ച് നിന്ന് കൈകോർത്ത് മുന്നോട്ട് പോകാം എന്ന് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വളരെ ഓപ്പണായിട്ട് പറയുകയായിരുന്നു. ഇനി ഞങ്ങൾ ഇന്നിപ്പോൾ അദ്ദേഹത്തിന് നല്ല തിരക്കുള്ള ദിവസങ്ങളിലാണ് ഈ ദിവസങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ദിവസത്തേക്ക് ഞങ്ങളുടെ ഡീറ്റെയിൽ ഡിസ്കഷൻ. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 2 മന്ത്രിമാരുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ 5 MLAമാരുടെ അധികാരപരിധി വരും. കോവളം MLAയുടെ ഒരു 4 വാർഡ് ഉൾപ്പെടെ ഞങ്ങളുടെ പരിധിയിൽ. അപ്പോൾ ഈ 5 MLAമാർ അതിൽ 2 പേർ മന്ത്രിമാരാണ്. ഇത്രയും പേരെയും കൂടെ കോർഡിനേറ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ മീറ്റിംഗ് നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ക്രിയാത്മകമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ഇത്തവണ BJPക്ക് ഒരു 3 സീറ്റ് പ്രതീക്ഷിച്ചത് 16 സീറ്റോളമാണ്. പക്ഷേ 3 സീറ്റെങ്കിലും നേടാൻ സാധിച്ചു. വലിയൊരു വിജയമായി ഇതിനെ കാണണ്ടേ? ഞങ്ങൾ 0 സീറ്റിൽ നിന്നാണ് ത്രിപുരയിൽ ഭരണത്തിലെത്തിയത്. 2 സീറ്റിൽ നിന്നാണ് പാർലമെൻറ്റിൽ ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. ഈ 3 സീറ്റും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണവും നിരവധി മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തുകളുടെയൊക്കെ ഭരണത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൽ വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി BJPക്ക് സാധിക്കും. അത്തരത്തിലൊരു നല്ലൊരു നേതൃനിര തന്നെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ 3 പേർ തന്നെ അസംബ്ലിക്കകത്ത് പോകാൻ പോകുന്ന 3 പേർ നിസ്സാരക്കാരാണ്. അതിൽ 2 പേർ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ പതിറ്റാണ്ടുകളായി അവരുടെ കൃത്യമായിട്ടുള്ള വ്യക്തിത്വം പതിപ്പിച്ചിട്ടുള്ള അവർ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളവർ. 3ാമത് ചാത്തന്നൂർ എന്നുള്ള ഗോകുമാർ സാറ്, അദ്ദേഹം വളരെ അടിസ്ഥാനപരമായിട്ട് പ്രവർത്തനം നടത്തി വന്ന ഒരു കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ഫൈറ്റിലൂടെ ജയിച്ചു വന്ന നേതാവാണ്. അപ്പോൾ ഞങ്ങളുടെ 3 പേര് മതി കേരളത്തിന് ഭാവിയിൽ BJPയുടേതാക്കി മാറ്റാൻ. എങ്ങനെയാണ് നേമത്ത് പല കാര്യങ്ങൾ വരുന്നുണ്ട്. നേമത്തൊരു ഡീൽ നടന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഡീല് തുടക്കം മുതൽ നേമത്ത് നമ്മൾ കണ്ടുവന്നത് സീറ്റ് ഇലക്ഷൻ കൗണ്ടിങ് ഡേയിൽ തുടക്കം മുതൽ തന്നെ അഴിച്ചു നിശ്ചയികൾ ഒരു പിന്നിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഒരു UDF പറയുന്നു CPM BJP ഡീലുണ്ടെന്ന്, CPM പറയുന്നു BJP UDF ഡീലുണ്ടെന്ന്. അത്തരത്തിലൊരു ഡീൽ നടന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെയുള്ള ആരോപണങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല. BJP എന്താണെന്ന് ജനങ്ങൾക്കറിയാം, BJP ആരാണെന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ LDF UDF ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കൊണ്ടുവരും. പിന്നെ പരസ്പരം ധാരണ ആരാണ് വരുത്തിയതെന്ന് മഞ്ചേശ്വരത്ത് വോട്ട് നോക്കിയാൽ അറിയാം. CPMൻ്റെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലടയത്തുള്ള ഹോട്ടലിൽ അവിടെ പോയി. അപ്പോൾ അതുകൊണ്ട് പാർലമെൻറ്റിൽ ആരൊക്കെ തമ്മിൽ ആ ധാരണ ഉണ്ടായിരിക്കുന്നത്. BJPക്ക് അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒളിച്ചു കടത്തലോ അങ്ങനെ ഒരു ധാരണയുടെ ആവശ്യമില്ല. ഞങ്ങൾക്ക് പറയേണ്ട രാഷ്ട്രീയം പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകും. പിന്നെ LDFൻ്റെയും UDFൻ്റെയും ആയിരക്കണക്കിന് വോട്ടുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഈ കോർപ്പറേഷൻ്റെ മേയറായിട്ട് ഞാൻ ഇരിക്കുമ്പോഴേക്കും CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഉറച്ച വിശ്വാസികൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് CPMൻ്റെ കുത്തക സീറ്റുകളിലൊക്കെ ഞങ്ങൾ ജയിക്കുന്നത്. അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് ലാസ്റ്റ് മൊമെൻ്റാണ് V മുരളീധരൻ വളരെ ചെറിയ വോട്ടുകൾക്കാണ്
അവിടെ ഒരു ജയം പ്രതീക്ഷിച്ചതാണോ? തീർച്ചയായിട്ടും. കഴക്കൂട്ടമൊക്കെ നല്ല പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്ന മണ്ഡലമാണ്. കഴക്കൂട്ടത്ത് നല്ല അടിത്തറയുണ്ട്. കഴക്കൂട്ടത്ത് 28 കൗൺസിലർമാരിൽ 14 BJPയുടേതാണ്, 14 BJPയുടേതാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ CPM കേന്ദ്രം ഉൾപ്പെടെ ഞങ്ങൾ വി മുരളീധരൻ്റെ ചിട്ടയായ പ്രവർത്തനമാണ് അവിടെ. അദ്ദേഹം മറ്റ് മണ്ഡലങ്ങളിലാണെങ്കിലും കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് എന്ന് വേണ്ടി കരുതാൻ. അദ്ദേഹം 2016 കഴക്കൂട്ടത്ത് മത്സരിച്ചു. അന്ന് വെറും ഒരു 7000 വോട്ടിനാണ് തോറ്റത്. അതിനുശേഷം അദ്ദേഹം കഴക്കൂട്ടം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം കേരളത്തിലെത്തുമ്പോഴേക്കും കഴക്കൂട്ടത്ത് മണ്ഡലത്തിന് വേണ്ടിയും കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് വേണ്ടിയും സമയം കണ്ടെത്തിയിരുന്നു. കഴക്കൂട്ടത്ത് അദ്ദേഹത്തിൻ്റെ കേന്ദ്രമായിരുന്നു. അദ്ദേഹം വർഷങ്ങളായിട്ട് അവിടെയാണ് താമസിക്കുന്നത്, ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ വിജയത്തിന് മുതൽക്കൂട്ടായിട്ടുണ്ട്. മറ്റ് പല ഘടകങ്ങളുമുണ്ട്. അവിടെയുള്ള ആ നിരന്തരം ആ മണ്ഡലത്തിനെ പരിചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിജയത്തിനൊരു മുതൽക്കൂട്ടായിട്ടുണ്ട്. ഗോപകുമാർ ജയിക്കും ചത്തന്നൂർ പ്രതീക്ഷിച്ചതാണോ? ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചാണ്. അതിൽ ആദ്യം ജയിച്ചത്. അതിനുശേഷം നിയമം കഴക്കൂട്ടം റിസൾട്ട്. അല്ല, പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള വിജയമായിരുന്നില്ലേ അവിടെ? അല്ല, അപ്രതീക്ഷിത. ഗോപകുമാർ സാറ് അവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ ജീവിതമായി ഇഴുകിച്ചേർന്ന വ്യക്തിയാണ്. അതായത് നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർക്ക് അത് അപ്രതീക്ഷിതമായ വിജയം എന്നുള്ളത് അതിനു മുമ്പ് നിങ്ങളൊന്നും അങ്ങനെ നോട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. ഗോപകുമാർ സാർ ഒരുപാട് ഒരുപക്ഷെ BJP പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചത് കാരണം ഗോപകുമാർ സാർ ഒരുപാട് ചാനൽ ചർച്ചകൾ വന്നിട്ടുള്ള, പക്ഷേ പാലക്കാട് നിങ്ങൾ പ്രതീക്ഷിച്ചു. ഗോപകുമാർ സാർ ഒരുപാട് ചാനൽ ചർച്ചകൾ വന്നിട്ടുള്ള ആളല്ല. സാറ് കേരളം മുഴുവനും പ്രസംഗിക്കാൻ പോയി അങ്ങനെ പോകുന്ന ആളുമല്ല. എന്നാൽ അദ്ദേഹം നല്ല വിജയിച്ചൊരു ജില്ലാ പ്രസിഡൻ്റാണ്. അദ്ദേഹം മുൻപ് 2 തവണ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. അദ്ദേഹം ചാത്തന്നൂരിൽ അവിടുത്തെ സമുദായ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും പൊതുപ്രവർത്തനവും വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിതവുമായി ഇഴുകിച്ചേർന്ന ഒരു ജീവിതമാണ് ഗോപകുമാർ സാറിൻ്റേത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് ആ വിജയം. ഇപ്പോൾ കഴിഞ്ഞ BJP നേതൃത്വം പോലെയുള്ള ഇത്തവണത്തെ BJP നേതൃത്വം ചിട്ടയായ പ്രവർത്തനങ്ങൾ, ഒപ്പം ഒരു വ്യവസായ മുഖം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രത്തിൻ്റെ ഒരു മുഖം, അതെല്ലാം, പിന്നെ നമ്മുടെ MP സുരേഷ് ഗോപി, ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോൾ വലിയൊരു വരും ഭാവിയിൽ എങ്ങനെയാണ് BJPയുടെ ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഈ നേതൃത്വത്തിനുള്ളിൽ? അല്ല, അങ്ങ് പറഞ്ഞ ചോദ്യം ചെറിയൊരു തിരുത്തൽ. ഓരോ കാലഘട്ടത്തിലും അതാത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മികച്ച നേതൃത്വങ്ങൾ തന്നെയാണ്. ഇപ്പോഴുള്ള നേതൃത്വം ഈ കാലഘട്ടത്തിൽ പാർട്ടിയുടെ കേന്ദ്ര തീരുമാനങ്ങൾ, സംസ്ഥാനത്തെടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കുന്ന പൊതുസമൂഹത്തിനിടയിലേക്ക് കാര്യമായിട്ട് ഇറങ്ങുന്ന നേതൃത്വമാണ്. തൊട്ടു മുമ്പുള്ള നേതൃത്വം ആ കാലഘട്ടത്തിൽ 2020 മുതൽ 2025 വരെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും മികച്ച നേതൃത്വമായിരുന്നു. ഓരോ കാലഘട്ടത്തിലും നിലവിലുള്ള നേതൃത്വം അതാത് സാഹചര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടുപോയ നേതൃത്വങ്ങൾ തന്നെയാണ്. എന്നാൽ 2014 മുൻപ് കേരളത്തിലോ ഇന്ത്യയിലോ BJPക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല. അതിൻ്റേതായ പോരായ്മ 2014 മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ 2010 കഴിഞ്ഞപ്പോഴേക്കും കേരളത്തിൽ BJPയുടെ സംഘടനാപരമായ ചിട്ടയിലും സമൂഹത്തിലുള്ള സ്വാധീനത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായി. 2010 മുതൽ ഇപ്പോൾ വരെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും അനുയോജ്യമായിട്ടുള്ള നേതൃത്വം തന്നെയാണ് ഉണ്ടായിരുന്നുള്ളത്. അതുപോലെ തന്നെ തീർച്ചയായും രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു നേതൃത്വം എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ട്? താങ്കളടക്കമുള്ള എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ എത്രമാത്രം ഗുണം ചെയ്തു? അല്ല, ഒരുപാട് കാര്യങ്ങൾ ഗുണം ചെയ്തിട്ടുണ്ട്. BJPക്ക് റീച്ച് ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് മേഖലകൾ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയല്ല ഇത്തവണ മികച്ച വിജയം. പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, ഞങ്ങൾക്ക് കിട്ടിയ ഒരു അദ്ദേഹത്തിൻ്റെ ഇടപെടൽ. അദ്ദേഹം പാർലമെൻറ്റ് മത്സരിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, BJPക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത മേഖലകൾ കൂടി റീച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡെപ്തുള്ള ലീഡറാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി എന്ന്. ആ ഇടപെടൽ ഞങ്ങൾക്ക് പലതരത്തിലും ഗുണം ചെയ്തിട്ടുണ്ട്. തൊട്ട് മുമ്പ് സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന K. സുരേന്ദ്രൻജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ നല്ലൊരു ഫൈറ്ററാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ബഡാ ഫൈറ്റർ എന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹത്തെ. അപ്പം പ്രധാനമന്ത്രിയെ പോലൊരാൾ ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ലീഡറെക്കുറിച്ച് അങ്ങനെ ഒരു നിരീക്ഷണത്തിലെത്തണമെങ്കിൽ അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ലല്ലോ. അപ്പോൾ അതിന് മുൻപുണ്ടായിരുന്ന കുമ്മൻരാജനായിക്കോട്ടെ, ശ്രീരംപിള്ള സാറായിക്കോട്ടെ, അതിനു മുമ്പ് വി മുരളീധരൻജി ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ഒരു മേഖലയിൽ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ അവരുടെ പ്രാഗൽഭ്യവും കഴിവും തെളിയിച്ചവരാണ്. ഇവരെ ചേർത്ത് നിർത്താൻ ഇദ്ദേഹം വന്നപ്പോൾ കുറച്ച് അസ്വാരസ്യങ്ങൾ ഇല്ല എന്നുള്ളതല്ല, അത് പാർട്ടിക്ക് അകത്തായിരിക്കാം, പക്ഷേ പരോക്ഷമായി അത് രംഗത്ത് വന്നിട്ട് പ്രത്യക്ഷമായി. ഞാൻ പറയുന്നത് അങ്ങനെ വളരെ മികച്ച കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോൾ പാർട്ടി ഭരണത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ഇപ്പം ഞങ്ങൾ ഉൾപ്പെടുന്ന നേതാക്കന്മാരുടെ തന്നെ
മനോഭാവത്തിൽ, നിരീക്ഷണത്തിൽ, പെരുമാറ്റത്തിൽ. ഇപ്പോൾ ഞാൻ മേയറാകുന്നതിന് മുൻപുണ്ടായിരുന്ന സമീപനമായിരിക്കില്ല ഒരുപക്ഷെ മേയറായതിന് ശേഷം. കാരണം ഞാനിപ്പോൾ ഒരു ഭരണത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഞങ്ങൾ 3 MLA-മാരുള്ള പാർട്ടിയാണ്. കേരളം വലുതായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ്. എന്തായാലും അടുത്തത് BJP-യുടേതായ ഒരു ഊഴം ജനങ്ങൾ തരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അറിഞ്ഞോ അറിയാതെ ഞങ്ങളുടെയൊക്കെ തന്നെ പ്രവർത്തന ശൈലിയും ആറ്റിറ്റ്യൂഡിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകും. അത് പൊതുസമൂഹത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും. എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ കേരളത്തിൽ എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ട്? ഒപ്പം മറ്റൊരു കാര്യം കൂടി, പല കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും കേരളത്തിൽ അറിയാതെ പോകുന്നുണ്ട്. ഞങ്ങൾ ജനഹിത യാത്രയുമായും ബന്ധപ്പെട്ട് യാത്ര ചെയ്തപ്പോൾ പല പല പദ്ധതികളുണ്ട്, പക്ഷേ പൊതുജനങ്ങളിലേക്ക് എത്തുന്നില്ല. എങ്ങനെയാണത് നടപ്പാക്കാൻ? താങ്കൾ തിരുവനന്തപുരം മേയറാണ്, തിരുവനന്തപുരത്ത് എങ്ങനെയാണ് നടപ്പാക്കുന്നത്? കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ മൊത്തം കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ മാത്രമേ കേരളത്തിൽ ഗുണം ചെയ്തിട്ടുള്ളൂ. അല്ലാതെ പിണറായി വിജയൻ ഗവൺമെൻറ് കൊണ്ടുവന്ന ഏതൊരു പദ്ധതിയാണ് കേരളത്തിൽ ദോഷമല്ലാതെ ഒരു പദ്ധതിയും ഗുണം ഉണ്ടാക്കിയിട്ടില്ല. കേരള യാത്ര നടത്തിയിട്ട് നാട്ടുകാരെ തല്ലിച്ചതച്ചത് കേരളത്തിലുള്ള ഗുണം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഡാം തുറന്നു വിട്ടിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാക്കിയല്ലോ ഗുണം ഉണ്ടാക്കിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ശബരിമലയിലെ സ്ത്രീകളെ, യുവതികളെ കയറ്റിയത് കേരളത്തിൽ ഗുണം ഉണ്ടാക്കിയിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, പരിപാടികൾ കേരളത്തിൽ നടപ്പിലാക്കിയത് കൊണ്ടുമാണ് ഗ്യാസ് പൈപ്പ് ലൈൻ വന്നത്, അതോടൊപ്പം തന്നെ ഹൈവേ വികസനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആരോഗ്യ മേഖലയിലൊക്കെ വന്നത്. PMAY പദ്ധതിയും PM ശ്രീ പദ്ധതിയും കൂടെ ഒപ്പിട്ടായിരുന്നെങ്കിൽ കേരളത്തിൽ വീടില്ലാത്ത എല്ലാവർക്കും ഇന്ന് വീടായേനെ. കേരളത്തിലെ പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമിലിരുന്ന് പഠിക്കാമായിരുന്നു. ഗ്രാമപ്രദേശമുള്ള സ്കൂളുകൾക്കൊക്കെ തന്നെ 1.5 കോടി 2 കോടി രൂപ കിട്ടിയേനെ. ഈ പദ്ധതികൾ നടപ്പിലാക്കാത്തതുകൊണ്ടാണ് കേരളം ഇന്നും ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിൽ BJP നേതാക്കൾ എന്താണ് താഴെത്തട്ടിലേക്ക് എത്തിയപ്പോൾ മേയർ എന്നുള്ള നിലയിൽ തന്നെ താങ്കൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ PMAY പദ്ധതി ഒപ്പിടാത്തത് കൊണ്ട് PMBY, പ്രധാനമന്ത്രി ഭവന യോജന, ആ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. അതിന് ഈ DPCയുടെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്ക് ആ പദ്ധതി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ 80 കോടി രൂപ വരെ മാറ്റിവെച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ അത് സാധിക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സ്ട്രീറ്റ് വെൻഡേഴ്സിനുള്ള വായ്പ അത് കോർപ്പറേഷൻ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അത് ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തും. എന്തൊക്കെയാണ് സ്വപ്ന പദ്ധതികൾ? എന്തൊക്കെയാണ് തിരുവനന്തപുരംകാർക്ക് നൽകാനുള്ളത്? ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. ഇവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കണം. വേസ്റ്റ് മാനേജ്മെൻറ്റ്, താങ്കൾ വന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. നഗരത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ തെരുവ് നായ്ക്കളുടെ പ്രശ്നം. ഈ 4 പ്രശ്നം തന്നെയാണ് അടിയന്തരമായി ഞങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആലോചിക്കുന്നത്. എങ്ങനെയാണ് ബംഗാളിൽ പ്രതീക്ഷിച്ചിരുന്ന ഇത്രയും വലിയൊരു ബംഗാൾ അതൊക്കെ ഇന്ത്യ മുഴുവൻ ജനങ്ങളും ദീദി തുടച്ചു നീക്കി. എങ്ങനെയാണ് അപ്പോൾ BJP മൊത്തം കൈയടക്കി വരികയാണ് ഇങ്ങോട്ട്? അല്ല, BJP കൈയടക്കുമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരാശയമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി കീഴടക്കുന്നു എന്നുള്ള ആംഗിളിലൊന്നും നമ്മൾ BJPയുടെ പ്രവർത്തനത്തെ വളർച്ചയെടുക്കേണ്ട. നമ്മുടെ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രമാക്കുവാൻ പറ്റുന്നുള്ള പ്രത്യയശാസ്ത്രം BJPയുടേതാണ്. ആ പ്രത്യയശാസ്ത്ര ജനമനസ്സുകളിൽ ഞങ്ങൾ സ്നേഹത്തിൻ്റെ രൂപത്തിൽ, ഞങ്ങൾ പ്രവർത്തനത്തിൻ്റെ രൂപത്തിൽ, ഞങ്ങൾ മനുഷ്യത്വത്തിൻ്റെ രൂപത്തിൽ കടന്നു കയറുകയാണ് ജനങ്ങളിലേക്ക്. അല്ലാതെ ഈ മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ നടത്തിയ രാഷ്ട്രീയമാണോ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്? CPM പശ്ചിമ ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലും നടത്തിയിട്ടുള്ള രാഷ്ട്രീയം നടത്തിയാണോ ഞങ്ങൾ ത്രിപുരയിൽ ജയിച്ചത്? അതായത് മമതാ ബാനർജിയുടെ എല്ലാ അണികളും BJPയിലേക്ക് വന്നു വേണ്ടേക്കായിരുന്നു. മമതാ ബാനർജിയുടെ അണികൾ എന്ന് പറയുമ്പോൾ BJPയിൽ വരുമ്പോഴേക്കും അവർക്ക് ശൈലി മാറ്റേണ്ടി വരും. മമതാ ബാനർജിയോടോ CPMനോടോ ഒപ്പം നിന്ന ശൈലിയിൽ BJPയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല, ആർക്കും സാധിക്കില്ല. എന്നാൽ BJPയുടെ ആശയം ഉൾക്കൊള്ളുന്നതോടുകൂടി ആ ശൈലി അറിയാതെ തന്നെ മാറും. ഞങ്ങൾ ആരെയും ആക്രമിച്ചോ അല്ലാതെ മറ്റുള്ള ജനാധിപത്യ ധ്വംസനം നടത്തിയോ കീഴടക്കിയോ വിജയിക്കുന്നവരല്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് ഭരണം ലഭിക്കുമ്പോഴേക്കും CPM ആണ് കേരളം ഭരിക്കുന്നത്. CPM ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഇവിടുത്തെ വാർഡുകളിലെ ഡീലിമിറ്റേഷൻ പോലും CPM പാർട്ടി നേതൃത്വം തീരുമാനിച്ചനുസരിച്ചാണ് നടപ്പിലാക്കിയത്. എന്നിട്ട് ഞങ്ങൾ കൈവിട്ട് പോയത് വലിയ തിരിച്ചടിയായി അവർക്ക്. എന്നിട്ട് ഞങ്ങൾ ഭരണം പിടിച്ചില്ലേ? അത് ഞങ്ങൾ അക്രമം കാണിച്ചിട്ടാണോ? മമതാ ബാനർജി CPM കാണിക്കുന്നത്? ഞങ്ങൾ ജനമനസ്സുകളിലേക്ക് നടന്നെടുത്ത് 5 വർഷം പ്രതിപക്ഷമായിരുന്നപ്പോൾ ഉത്തരവാദിത്വപ്പെട്ട പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ രാവും പകലും ജനങ്ങളുടെ മുമ്പാകെ ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു. അതിൻ്റെ ഫലം ജനങ്ങൾക്ക് തന്നു. ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ 9:45 മണിയാണ്. ഞാനിത് രാവിലെ 6 മണിക്ക് തുടങ്ങിയ പ്രവർത്തനമാണ്. ഇനിയും പോവുകയാണ്. ഒരു മരണ വീട്ടിലേക്ക് പറയാതെ വയ്യ. ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ചിട്ടയായി രാവിലെ വന്നാൽ 10-11 മണി വരെയാണെന്നാണ് ഒരു
അതെ, ഈ ചിട്ടയായ പ്രവർത്തനമാണോ നിങ്ങൾക്ക്? അത് മോഡിജി 18 മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് 19 മണിക്കൂർ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. ഞാൻ എപ്പോഴും പറയുന്നുള്ളൂ, ഈ കാണുന്ന സൗകര്യങ്ങൾ 2 ഡ്രൈവർ, കാറ് എല്ലാം ഞങ്ങൾക്ക് ഗവൺമെൻറ് തരുമ്പോഴേക്കും അതിൻ്റെ ഒരു 100 ഇരട്ടി ഞങ്ങൾ തിരിച്ചു കൊടുക്കണം. ജനങ്ങൾക്ക് വേണ്ടിയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഒരു പഞ്ചായത്തിനെയോ കോർപ്പറേഷനെയോ ആശ്രയിക്കുന്നതിൽ നല്ലൊരു ശതമാനവും അടിസ്ഥാന ജനവിഭാഗങ്ങളാണ്. എല്ലാവർക്കും ആവശ്യം വരും, പക്ഷേ കൂടുതലും ബുദ്ധിമുട്ടുന്നത് ഈ ജീവനക്കാരുടെയൊക്കെ അടുത്ത് വന്നിട്ട് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മാസങ്ങളും വർഷങ്ങളും നടക്കേണ്ടി വരുന്നത് ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്കാണ്. അവർക്ക് അവരുടെ മുൻപിൽ അവരാഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥന എന്നും ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് ഒരു വ്രതമായിട്ടാണ് ഞങ്ങളുടെ ഭരണസമിതി എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 101 കൗൺസിലർമാരും മാനസികമായിട്ടൊക്കെ അതിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. കർണാടകയൊക്കെ എങ്ങനെയാണ് ഇനി കൈപ്പിടിയിൽ ഒതുക്കുമോ? സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ആശയം ഇന്ത്യയിൽ മുഴുവനും വ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം ദക്ഷിണേന്ത്യ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ, അതായത് ജനങ്ങൾ തരികയാണ്. നമ്മൾ ചിട്ടയായിട്ട് പ്രവർത്തിച്ച ജനങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. നമ്മുടെ ലക്ഷ്യം 2047 ആകുമ്പോഴേക്കും ലോകത്തിന് മാർഗദീപം കാട്ടിക്കൊടുക്കേണ്ടത് ഇന്ത്യ ആയിരിക്കണം, ഭാരതമായിരിക്കണം. അതിന് എല്ലാ തരത്തിലുള്ള വളർച്ച ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനമാണ് നരേന്ദ്രമോദി മുതൽ ഞങ്ങളൊക്കെ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത്. എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ പറ്റുന്നില്ല? ഇത് അവിടെ ഒന്നും നിൽക്കാത്തത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഭരണമുള്ള ഇത്ര സ്ഥലത്ത് BJP ഭരണം പോയിട്ടുണ്ട്. ഡൽഹിയിൽ 10 കൊല്ലം 15 കൊല്ലം ഞങ്ങൾ ഭരണത്തിൽ നിന്ന് മാറിയിരിക്കേണ്ടി വന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ഭരിക്കുന്നില്ല. അപ്പോൾ ഈ ഭരണത്തിലെത്തുക എന്നുള്ളത് മാത്രമല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് ഞങ്ങളൊക്കെ എത്ര വർഷം മുമ്പ് മതിയാക്കി പോവേണ്ടായിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ്. അല്ല, തമിഴ്നാട്ടിൽ ചിലപ്പോൾ 1-2 സീറ്റ് ജയിച്ചില്ലായിരിക്കാം. പക്ഷേ BJP മറ്റുള്ള പാർട്ടികളും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഒരു സീറ്റ് തോറ്റു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരിക്കൽ ഭരണം പോയി കഴിഞ്ഞാൽ, ഒരിക്കൽ ഭരണം കിട്ടിയില്ലെങ്കിൽ അത് ആത്യന്തിക ലക്ഷ്യം അതല്ലല്ലോ. ആത്യന്തിക ലക്ഷ്യം ആശയത്തിൻ്റെ വളർച്ച, ആശയ പ്രചരണമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഭരണം ലഭിക്കും, ചിലപ്പോൾ ലഭിക്കില്ല, ചിലപ്പോൾ ഭരണം ഉള്ളത് കയ്യിൽ നിന്ന് പോകും, തിരുത്തണം. കേരളത്തിൽ എങ്ങനെയാണ് മികച്ച പ്രതീക്ഷിക്കുന്നുണ്ടോ വരും വർഷങ്ങളിൽ? കേരളത്തിൽ ഇപ്പോൾ നാളെ നിങ്ങൾ സത്യപ്രതിജ്ഞ മുതൽ അങ്ങോട്ട് നോക്കിക്കോളൂ, കേരളത്തിലെ പ്രതിപക്ഷം BJP ഇല്ലേ? കേരളത്തിലെ പ്രതിപക്ഷം BJP ആണല്ലോ. ഒരു സീറ്റ് പോലും നേടില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിയമസഭയിലുള്ള പെർഫോമൻസ്, രാജീവ് ചന്ദ്രശേഖർജി, V മുരളീധരൻജി, ഗോകുമാർ സാറിൻ്റെ നിയമസഭയ്ക്കുള്ളിലുള്ള പെർഫോമൻസും നിയമസഭയ്ക്ക് പുറത്ത് BJPയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ പോരാട്ടങ്ങളും അതോടൊപ്പം തന്നെ ഭരണം കിട്ടിയ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള ഭരണവും നിങ്ങൾ അടുത്ത ഒരു 6 മാസവും നിരീക്ഷിച്ചു നോക്കുക. കേരളത്തിലെ ഒരു മാതൃകാ പ്രതിപക്ഷം BJP ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് വീട്ടുവിശേഷങ്ങളിലേക്ക് കിടക്കാം. പല നേതാക്കന്മാരും വരുമ്പോൾ പേഴ്സണൽ കാര്യങ്ങൾ അറിയണമെന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് താങ്കളുടെ, ഇപ്പോൾ തിരുവനന്തപുരം നേറ്റീവാണ്, പഠിച്ചതും വളർന്നതും എല്ലാം തിരുവനന്തപുരത്ത് തന്നെയാണോ? എങ്ങനെയാണ് പഠിത്തകാലങ്ങളും? എല്ലാം തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. സ്കൂള് എല്ലാം ഒരു എവിടെയാണ് പഠിച്ചത്? എവിടെയാണ് പഠിച്ചത്? നെടുമങ്ങാട് ഒരു ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു. ഹൈസ്കൂൾ വരെ സ്കൂൾ ലെവലിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ABVP അങ്ങനെ ഉണ്ടായിരുന്നു. സ്കൂൾ ലെവലിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം 5ാം ക്ലാസ് മുതൽ തന്നെ ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ ക്ലാസ് ലീഡറായി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ABVP ആയിരുന്നില്ല എന്നേ ഉള്ളൂ. ABVP ആയത് ഡിഗ്രി ക്ലാസ്സുകളിന് ശേഷമാണ് ABVP ആയത്. ABVP നെടുമങ്ങാട് ശോഭായാത്രയിലും ബാലഗോകുലത്തിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അല്ല, അതെല്ലാം ഡിഗ്രി ശേഷമാണ് ഞാൻ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലായിരുന്നു 5ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ. ഡിഗ്രി മുതലാണ്, ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോൾ ABVPയിലേക്ക് വന്നു. പിന്നെ 5 വർഷം ABVPയുടെ താലൂക്ക് പ്രസിഡൻ്റായിരുന്നു തുടർച്ചയായിട്ട്. അത് കഴിഞ്ഞ് ഡിഗ്രി മാർവാൻസ് കോളേജ്, പ്രീ ഡിഗ്രി MG കോളേജ്, അത് കഴിഞ്ഞ് LLBക്ക് ലോ അക്കാഡമി ഒക്കെ ആകുമ്പോഴാണ് ABVPയിൽ വളരെ സജീവമാകുന്നത്. പിന്നെ ABVPയിൽ ഫുൾ ടൈം ABVP പ്രവർത്തനമായി. അതിനുശേഷം യുവമോർച്ചയിലേക്ക് എത്തി. യുവമോർച്ചയിൽ നിന്നാണ് BJPയിൽ എത്തുന്നത്. അപ്പോൾ BJPയിൽ വ്യത്യസ്തമായിട്ടുള്ള ചുമതല, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. കുടുംബം എങ്ങനെയാണ്? വൈഫ് MCA കഴിഞ്ഞു, ഇപ്പം ഹൗസ് വൈഫാണ്. അതോടൊപ്പം തന്നെ മക്കൾ, ഒരു മൂത്ത മകനുണ്ട്, അയാൾ LLB ഇവിടെ അമിറ്റി യൂണിവേഴ്സിറ്റിയിലാണ്. ഇളയാൾ 8ാം ക്ലാസ്സിൽ KVയിലാണ്, പട്ടം KVയിലാണ്. കുഴപ്പമില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. എങ്ങനെയാണ് ഹോബി? എന്താണ്? പുസ്തക വായന നന്നായിട്ട്, എനിക്ക് വായന നല്ല രസമുള്ള. ഒഴിവ് സമയങ്ങളിലൊക്കെ യാത്ര പോകുമ്പോഴും ഒക്കെ പുതിയ പുസ്തകം ഏതാണ്? ഇന്നലെ ഒരു വിദേശ കോൺസുലേറ്റ് ജനറൽ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഒരു പുസ്തകം തന്നിരുന്നു. അതായത് അത് ജലം ലോകത്തിൻ്റെ
ഒരു പ്രധാന ലക്ഷ്യം, ലോകത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് എടുക്കണമെന്നുള്ള പറയുന്നൊരു പുസ്തകമാണ് തന്നിട്ടുള്ളത്. ഞാനത് ജസ്റ്റ് കൊള്ളാം, ആ ടോപ്പിക് കൊള്ളാം, ഞാൻ വായിച്ചു തുടങ്ങിയതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിലേറ്റപ്പോൾ അവർ പറഞ്ഞ യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കും, പുറത്തു പോയി പഠിക്കാൻ. യുവതലമുറയ്ക്ക് എങ്ങനെയാണ്, ബി ജെ പിയുടെ ഒരു സ്വപ്നമാണ്, അത് തന്നെയാണ് യുവാക്കളുടെ യുവാക്കൾക്ക് എന്തൊക്കെ പ്രൊജക്റ്റുകളാണ് സംസ്ഥാനത്ത് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും? തിരുവനന്തപുരത്ത് അനന്തമായ സാധ്യതകളുണ്ട്. തിരുവനന്തപുരം പോലുള്ള സാധ്യതയുള്ള പ്രദേശം വിരളമാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ തന്നെ നിർത്തണ്ടേ? അതിനുള്ള അനന്തമായ സാധ്യതകളുണ്ട്, അനന്തമായ സാധ്യതകൾ. നമ്മുടെ കുട്ടികളെ മാത്രമല്ല, ഇപ്പോൾ 80,000 IT പ്രൊഫഷണൽസ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ടെക്നോ പാർക്കിലോ അതുപോലെ IT സ്ഥാപനങ്ങൾ 80,000 പേര് ജോലി ചെയ്യുന്നുണ്ട്. അത് IT മേഖലയിലെ സാധ്യത ഇനിയും വിപുലമാണ്. ഇപ്പോൾ ആറ്റിങ്ങലേക്ക് IT മേഖല വ്യാപിക്കണം. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് IT സെക്ടറിൽ മാത്രം ജോലി കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വിഴിഞ്ഞം മദർ പോർട്ട് ഇറങ്ങുവാനുള്ള ഇത്രയും ആഴത്തിലുള്ളൊരു തുറമുഖം ഇന്ത്യയിലില്ല. വിഴിഞ്ഞത്തിൻ്റെ സാധ്യത മഹാരാഷ്ട്രയിൽ മുംബൈ പോർട്ട് വെച്ചുകൊണ്ടാണ് മഹാരാഷ്ട്ര ഇത്ര വളർന്നത്. നമുക്കതിനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മെഡിക്കൽ ടൂറിസം, സ്പിരിച്വൽ ടൂറിസം, ഇത് 4 വളർന്നാൽ മതി തെക്കേ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ട് തിരുവനന്തപുരത്തിന് മാറാൻ വേണ്ടി. ഇനി എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ള എല്ലാവരുടെയും ഉള്ളിലൊരു സ്പാർക്കുണ്ട്. ഏതൊരു കുട്ടി എടുക്കട്ടെ, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അവരുടെ ഉള്ളിലൊരു സ്പാർക്കുണ്ട്. അതാത് ആ ഒരു കഴിവ് ഒന്നുകിൽ അവർ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ, അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന അവരുടെ ചുറ്റുപാടുമുള്ള ഘടകങ്ങൾ, അധ്യാപകർ കണ്ടെത്തിയിട്ട് അതിനെ പരിപോഷിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ വ്യക്തിപരമായ വികാസത്തിനും നാടിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ യൂത്തുകൾക്ക് വേണ്ടിയിട്ടുണ്ട്. അതൊന്നും പലപ്പോഴും യൂത്തുകൾ അറിയുന്നില്ല. സ്റ്റാർട്ടപ്സ് ഒക്കെ ഒത്തിരി ഇല്ലേ? ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള അതും കേന്ദ്രീകരിച്ച് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒത്തിരി, അവർക്ക് തന്നെ സ്വയം പര്യാപ്തമാകാനുള്ള നിരവധി പദ്ധതികളില്ലേ? അതെല്ലാം എങ്ങനെ അവർ കണ്ടെത്തും എന്നാണ് പുതിയ അതിന് നമ്മൾ ഡയറക്ഷൻ കൊടുക്കണം. അതിന് ഭരണകൂടങ്ങൾ അവരെ സഹായിക്കണം. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ, ആ മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരുടെ സേവനം നമ്മൾ തന്നെ ഉപയോഗിക്കണം. ഒരുപക്ഷെ ഭരണാധികാരികളെല്ലാം തന്നെ എല്ലാ മേഖലയും ട്രെയിൻഡ് ആയിരിക്കില്ല. അപ്പോൾ അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ സേവനം നമ്മൾ ഉപയോഗിക്കണം. തീർച്ചയായും. അപ്പോൾ നിരവധി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. തിരുവനന്തപുരം മേയർക്ക് നിരവധി സ്വപ്നങ്ങളുണ്ട്, യുവാക്കളിലും സ്ത്രീകളിലും. ഒപ്പം സ്വപ്ന പദ്ധതികൾ ധാരാളമുണ്ട്. അതെല്ലാം പരിഹരിക്കും, സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ആശംസിക്കാം. എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.